ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ പശ്ചിമ ബംഗാൾ, അസം സന്ദർശനത്തിന് നാളെ തുടക്കം. നിരവധി വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കും. ശീതകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വിദേശ ശക്തികൾക്ക് ഭാരതത്തെ കോളനിയാക്കാൻ കഴിഞ്ഞത് ജനങ്ങളുടെ ഐക്യമില്ലായ്മ കാരണമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാനത്ത് വർണ്ണാഭമായ കൊടിയിറക്കം. ഇന്ത്യക്കെതിരായ 2020 പരമ്പരയിലെ അവസാനത്തെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബൌളിംഗ്. വാർത്തകൾ വിശദമായി. പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ആയുർവേദ പാരമ്പര്യം ലോകത്തിന് തന്നെ മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 2ാമത് ആഗോള ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. एक्सपर्ट अच्छी तरह जानते हैं आयुर्वेद में बैलेंस अर्थात संतुलन को स्वास्थ्य का पर्याय कहा गया है. जिसके शरीर में ये बैलेंस बना रहता है वही स्वस्थ है, वही हेल्दी है. हमारी साझा रिस्पांसिबिलिटी आने वाले फ्यूचर को लेकर के भी है. साथियों, जब पारंपरिक चिकित्सा की बात होती है, एक सवाल स्वाभाविक रूप से सामने आता है. ये सवाल सुरक्षा और प्रमाण से जुड़ा है. भारत आज इस दिशा में भी लगातार काम कर रहा है. ഇന്ത്യയുടെ ശ്രമങ്ങളുടെയും 175ലധികം രാജ്യങ്ങളുടെ സഹകരണത്തിന്റെയും ഫലമായി ജൂൺ 21 ഐക്യരാഷ്ട്ര സഭ അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലോക ആരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അദനോം ഗബ്രിയേസസും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പശ്ചിമ ബംഗാൾ, അസം സന്ദർശനത്തിന് നാളെ തുടക്കം. നാളെ ബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നാദിയ ജില്ലയിലെ റാണാഘട്ടിൽ ദേശീയപാതാ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും. ഏകദേശം 3200 കോടി രൂപ ചെലവ് വരുന്ന 2 ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. തുടർന്ന് അദ്ദേഹം അസമിലേക്ക് പോകും. മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് GR സ്വാമിനാഥനെതിരെ പ്രതിപക്ഷ MPമാർ കൊണ്ടുവന്ന ഇംപീച്ച്മെന്റ് പ്രമേയം ചട്ടങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് പരിശോധിച്ചു വരികയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഭരണഘടനയുടെ 217, 124 അനുച്ഛേദങ്ങൾ പ്രകാരം ജഡ്ജിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് DMKയിലെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലെയും MPമാരാണ് സ്പീക്കർക്ക് പ്രമേയം നൽകിയത്. തിരുപ്പറൻകുണ്ട്രം കുന്നിൻ മുകളിലെ ദർഗയ്ക്ക് സമീപമുള്ള കൽത്തൂണിൽ വിളക്ക് തെളിയിക്കാൻ ഭക്തർക്ക് ജസ്റ്റിസ് സ്വാമിനാഥൻ അടുത്തിടെ അനുമതി നൽകിയതാണ് DMKയെ പ്രകോപിപ്പിച്ചത്. ശീതകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 1 ആരംഭിച്ച ശീതകാല സമ്മേളനത്തിൽ ആകെ 15 ദിവസമാണ് സഭ ചേർന്നത്. സുപ്രധാനമായ 8 ബില്ലുകളും പാസാക്കി. തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളെക്കുറിച്ചും ദേശീയ ഗാനമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചും ലോക്സഭയിലും രാജ്യസഭയിലും പ്രത്യേക ചർച്ചകൾ നടന്നു. നിരവധി സുപ്രധാന നിയമങ്ങൾ പാസാക്കിയാണ് പാർലമെന്റ് സമ്മേളനം പിരിഞ്ഞത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരമായി വികസിത് ഭാരത് G-Ram-Ji ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ആണവോർജ്ജ വിനിയോഗവുമായി ബന്ധപ്പെട്ട ബിൽ, ഇൻഷുറൻസ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന സബ്കാ ഭീമ സബ്കി രക്ഷാ ബിൽ റദ്ദാക്കലും ഭേദഗതി ചെയ്യലും ബിൽ എന്നിവ നടപ്പു സമ്മേളനത്തിൽ പാർലമെന്റ് അംഗീകാരം നൽകി. പുതിയ ബില്ലുകൾ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിലും ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ച് സഭയിൽ ഒരു പ്രത്യേക ചർച്ച നടക്കുന്നത് ഇതാദ്യമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനും തിരഞ്ഞെടുപ്പ് സംവിധാനത്തിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അസ്ഥാനത്തായെന്നും ശ്രീ റിജിജു പറഞ്ഞു. इलेक्शन कमीशन और इलेक्शन रिफॉर्म्स को लेकर के चर्चा पहली बार हुई है. SIR फर्स्ट टाइम नहीं हुआ, कई बार हुए हैं, कभी चर्चा होते नहीं थे. तो इलेक्शन रिफॉर्म्स, उसमें बाकी प्रक्रिया SIR को लेकर के भी पूरा 2 दिन बहस होने के बाद दोनों सदनों में, और जब जवाब हुआ, मैं मानता हूं कि इस चर्चा के बाद कोई कंफ्यूजन अभी नहीं है.
സമ്മേളന കാലയളവിൽ ലോക്സഭ 111% കാര്യക്ഷമമായി പ്രവർത്തിച്ചതായി സ്പീക്കർ ഓം ബിർള സമാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. സമ്മേളന കാലയളവിൽ രാജ്യസഭ 121% കാര്യക്ഷമതയോടെ 92 മണിക്കൂർ പ്രവർത്തിച്ചതായി സഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. രാജ്യത്തെ കപ്പലുകളുടെയും തുറമുഖങ്ങളുടെയും സുരക്ഷയ്ക്കായി ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റി രൂപീകരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. രാജ്യത്തുടനീളം ശക്തമായ ഒരു തുറമുഖ സുരക്ഷാ ചട്ടക്കൂട് സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രിയും കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രിയും യോഗത്തിൽ പങ്കെടുത്തു. തെലങ്കാനയിൽ നിരോധിത നക്സൽ സംഘടനയായ CPI മാവോയിസ്റ്റിന്റെ നേതാക്കളടക്കം 41 പ്രവർത്തകർ പോലീസിന് മുന്നിൽ കീഴടങ്ങി. AK-47 ഉൾപ്പെടെ 24 തോക്കുകളും ഇവർ അടിയറ വച്ചു. വലിയ ശക്തിയായിരുന്നിട്ടും ഒത്തൊരുമയില്ലാത്തത് കാരണമാണ് വിദേശ ശക്തികൾക്ക് ഭാരതത്തെ കോളനിയാക്കാൻ കഴിഞ്ഞതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗോവ വിമോചന ദിനത്തോടനുബന്ധിച്ച് ലോക്ഭവനിൽ കേരളത്തിൽ നിന്ന് ഗോവ വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഗോവയെ മോചിപ്പിക്കാൻ ഭാരതം ഒരുമിച്ചതായും ശ്രീ ആർലേക്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല വീണു. വൈകിട്ട് നിശാഗന്ധിയിൽ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് അബ്ദുറഹ്മാൻ സിസോക്കോയ്ക്ക് മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. മേളയിലെ മികച്ച മലയാള സിനിമയ്ക്കുള്ള നെറ്റ്പാക് പുരസ്കാരം കിഡ്കി ഗാവും തന്തപ്പേരും പങ്കിട്ടു. ഇന്ത്യയ്ക്കെതിരായ 2020 പരമ്പരയിലെ അവസാനത്തെ മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബൌളിംഗ്. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 4 ഓവറിൽ ഇന്ത്യ 37 റൺ എടുത്തു. പരമ്പരയിലെ 4ാം മത്സരം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. നിലവിൽ 2-1 മുന്നിലാണ് ഇന്ത്യ. ഇന്ത്യൻ കരകൌശല വസ്തുക്കളുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലക്ഷ്യമിട്ടുള്ള ഗാന്ധി ശില്പ ബസാർ കൊച്ചിൻ ക്രാഫ്റ്റ് ഫെസ്റ്റ് 2025 പ്രദർശനമേള നാളെ ആരംഭിക്കും. എറണാകുളത്തെ മറൈൻ ഡ്രൈവിന് സമീപമുള്ള ശിവക്ഷേത്ര ഗ്രൌണ്ടിൽ നടക്കുന്ന പരിപാടി നാളെ വൈകുന്നേരം 4:30 കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തിയതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അഭിനന്ദിച്ചു. പൊതു തെരഞ്ഞെടുപ്പിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ലോക്ഭവനിൽ എത്തിയ കമ്മീഷണറെ ഗവർണർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ നിലവിലെ ഭരണസമിതികളുടെ കാലാവധി നാളെ അവസാനിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ 21 പൂർത്തിയാകും. പുതിയ ഭരണസമിതികളും അന്നേ ദിവസം ചുമതലയേൽക്കും. ആഗോളതലത്തിൽ തന്നെ മൂലധന ശക്തികളും തൊഴിൽ ശക്തികളും തമ്മിലുള്ള അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയ ലേബർ കോൺക്ലേവ് 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അത്തരമൊരു കാലഘട്ടത്തിൽ തൊഴിലാളി വർഗത്തിന്റെ പക്ഷത്ത് നിൽക്കുക എന്നത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ചുമതലയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡുകളെക്കുറിച്ച് പഠിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചതായി മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. ഗോപാല ഗൌഡ അധ്യക്ഷനായി പ്രൊഫസർ ശ്യാം സുന്ദർ, അഡ്വക്കേറ്റ് വർക്കിച്ചൻ പേട്ട എന്നിവർ അടങ്ങുന്ന സമിതിയെയാണ് നിയോഗിച്ചത്. ലേബർ കോഡുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും സമിതി പരിശോധിക്കും. 1 മാസത്തിനകം സമിതി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഈ മാസം 23 പുറത്തിറക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U. കേൽക്കർ. സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ ദേശീയ തലസ്ഥാന മേഖലയിലെ വായു നിലവാരം ഒരാഴ്ചയ്ക്കുള്ളിൽ മെച്ചപ്പെടുത്തുന്നതിലെ പുരോഗതി ഉറപ്പാക്കാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഉന്നതതല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ പശ്ചിമബംഗാൾ അസം സന്ദർശനത്തിന് നാളെ തുടക്കം. നിരവധി വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കും. ശീതകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വിദേശ ശക്തികൾക്ക് ഭാരതത്തെ കോളനിയാക്കാൻ കഴിഞ്ഞത് ജനങ്ങളുടെ ഐക്യമില്ലായ്മ കാരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാനത്ത് വർണ്ണാഭമായ കൊടിയിറക്കം.
ഇന്ത്യക്കെതിരായ 2020 പരമ്പരയിലെ അവസാനത്തെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബൌളിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.